നമുക്കറിയുന്നില്ല, മണ്ഡലക്കാലം ശബരിമലയിൽ അവസാനിക്കുകയാണ്. 41 ദിവസമായിരുന്നു മണ്ഡലകാലം. മണ്ഡലകാലത്തിൻ്റെ തുടക്ക ദിവസം, ഒന്നാം ദിവസം ശരിക്കും ശബരിമലയിലെ ഭക്തജന ബാഹുല്യം കണ്ട് തളർന്നുപോയ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. എന്തെങ്കിലും അത്യാഹിതം വന്നു പോകും, പ്രത്യേകിച്ച് വിജയുടെയൊക്കെ തന്നെ രാഷ്ട്രീയ യോഗത്തിൽ നടന്ന സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം കണ്ടപ്പോൾ നമ്മൾ വല്ലാതെ അമ്പരന്ന് പോയി. എന്താണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാത്തതെന്നൊക്കെയായിരുന്നു. പിന്നീട് തുടർന്ന് അങ്ങോട്ട് വന്ന 40 ദിവസങ്ങളിലും വളരെ ശുഷ്കാന്തിയോടെ വളരെ ക്രമീകരണങ്ങളോടെ ശബരിമല മണ്ഡലക്കാലം അവസാനിപ്പിക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് കഴിഞ്ഞു. അതിൽ കെ ജയകുമാർ IAS റോള് നമ്മൾ എടുത്തു പറയണം. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 10-35 കോടി രൂപ വരുമാനം അധികമായി. അതല്ല, വരുമാനം അധികമായി എന്നുള്ളതല്ല, ശബരിമലയിൽ പോയി താമസിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അതിൻ്റെ ഉള്ളിൽപ്പെട്ടാൽ കാട്ടിനുള്ളിലെ ഒരു ദ്വീപ് പോലെ നമുക്ക് തോന്നും. പുറം ലോകവുമായി ബന്ധമില്ല, ടെലിവിഷൻ്റെ സ്വാധീനമില്ല. അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പുറത്ത്, ശബരിമലയ്ക്ക് പുറത്ത് നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഒന്നും ശബരിമലയെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല, ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മണ്ഡലക്കാലം ഗംഭീരമായി നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അഭിനന്ദനം.